പ്രതീക്ഷ ഞാൻ അറിയാൻ കഴിഞ്ഞത് എച്ചില് പാത്രം വരെ പ്രതീക്ഷ കഴുകിയിട്ടുണ്ടോ? ഉണ്ട്. എന്തുവായിരുന്നു കഥ? അത് അതിനുള്ളൊരു സിറ്റുവേഷൻ വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ സ്റ്റോളിലേക്ക് വരാം. അത് തന്നെയാണ് കാരണം. സ്റ്റോള് ഞങ്ങൾ കുറച്ച് ഞാൻ ഹസ്ബൻഡ് ഫിലിം ഡയറക്ടറാണ് കുമാർ നന്ദ. അദ്ദേഹവും അത്രയും കാശുകാരനായിട്ട് ജീവിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞ എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്ന പോലെ തന്നെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് എനിക്കും വർക്കില്ലാണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ വെറും സ്റ്റിച്ചിങ് സെൻ്ററാണ്. സ്റ്റിച്ചിങ് സെൻ്ററിൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര മെഷീനൊക്കെ ഇട്ടിട്ട്, അങ്ങനെയല്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പഴയ സ്റ്റിച്ചിങ് സെൻ്റർ കൊണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 ബ്ലൗസ് കിട്ടി. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഈ പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല സമയം, ആ സമയത്ത് സാരി 100 രൂപ സാരിയൊക്കെ ഉണ്ടല്ലോ, 80 രൂപയ്ക്ക് സാരി വാങ്ങി 100 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ എങ്ങനെ ഡെവലപ്പായിട്ട് ഒരു നല്ലൊരു വലിയ ഷോപ്പാക്കി കൊണ്ടുവന്നിരുന്ന സമയമുണ്ടായിരുന്നു. അതും ഈ പറയുന്ന സമയത്തൊക്കെ കുറച്ച് ബിസിനസ് ഡള്ളായി വരുന്ന സമയം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. ഇത്രയും സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട്, ടോയ്സ്, അങ്ങനെ എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടാണ് വന്നത്. ഇതെങ്ങനെ വിറ്റഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം, അവിടെ ഒരു സ്റ്റോളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മുന്നേ നമ്മൾ ഈ ക്രിസ്മസിന് കാർണിവലിലൊക്കെ വരുമല്ലോ, കാർണിവലിൽ സ്റ്റോളിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. പക്ഷെ അതൊക്കെ അങ്ങനെ വലിയ സ്റ്റോൾ എന്നല്ല, അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു. കാർണിവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവല്. പിന്നെയാണ് നമുക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും മുന്നോട്ട്. നമ്മളെ കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ വേറൊരു തൂമ്പയെടുത്ത് പണിക്ക് പോകാനോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകാനോ പറ്റാത്ത സിറ്റുവേഷൻ. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് മിനിമം ഒരിതാണ്. ഒരു ബസ്സിൽ കയറി പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു 2 വീലറിൽ പോകാൻ പറ്റില്ല. ഇന്നും ഞാൻ 2 വീലറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് കുഴപ്പമില്ല, ആൾക്കാർക്ക് മാത്രമല്ല ഫീൽഡിലും അത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പറയും, ആ ആർട്ടിസ്റ്റിന് നമുക്കിപ്പോൾ ഒരു 5000 രൂപ പേയ്മെന്റ് പറയണമെന്ന് വെച്ചോളൂ. അപ്പോൾ പറയും അത് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തേരാപാര 2 വീലറിലൊക്കെ പോകുന്നില്ല, തീരപാര പോകുന്നില്ല, അതിന് 10,000-2000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരും. ഇങ്ങനത്തെ ലെവലിലേക്കൊക്കെ പോകും. അപ്പം അതുകൊണ്ടാണ് ഒരു പരിധിവരെ ആർട്ടിസ്റ്റുകൾ അവരുടെ ഒരു കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കാണിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതേപോലെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പനത്തുറയിൽ ഒരു സ്റ്റോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ടോയ്സ് കൊണ്ടിട്ടു. ടോയ്സ് കച്ചവടം ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരുപാട് ടോയ്സ് കടകളുണ്ട്. ഈ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്റ്റോളുകളിട്ട് വരുന്ന, അവരുടെ പരിചയമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് കെട്ടിത്തൂക്കുക എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബിസിനസ് ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നോക്കിയപ്പോൾ ഒരു ചായക്കടകളോ ഒന്നുമില്ല. അപ്പം നമുക്കൊരു ചായക്കട സ്റ്റാർട്ട് ചെയ്യാം ആ 10 ദിവസത്തേക്ക്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ ഒരു ചായക്കട തുടങ്ങി. പിന്നെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങി. ഞങ്ങൾ 2 പേരും കൂടെ തന്നെ. പിന്നെ ഒരു പാചകക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ 2 പേരും എച്ചിൽ പാത്രങ്ങളെടുത്ത് കഴുകി വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അപ്പോഴും ഞങ്ങൾ 2 പേരും കരുതിയത് നമുക്കൊരു നല്ലത് വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ നല്ലത് വരുന്നതിനെ കുറിച്ച് സന്തോഷിക്കുക, അതിനെ തിരിച്ചറിയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കുമെന്ന് മാത്രം കരുതിയിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ മോൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് സ്റ്റോള് ഇട്ടിരുന്നത്. 2-2.5 മാസം പ്രഗ്നൻ്റാണ്. ആ പ്രഗ്നൻസി വെച്ചിട്ടാണ് ഞാൻ സ്റ്റോളുകളിലേക്ക് സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നതും ചുമട് എടുത്ത് കൊണ്ടുവരുന്നത്. ഞങ്ങളൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തലയിൽ ചുമട് എടുത്ത് കൊണ്ടുവന്ന് വരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് സ്റ്റോളിൽ സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ. അന്നും പ്രഗ്നൻ്റ് ആണ്. അതൊന്നും നോക്കാതെയൊക്കെ ഒത്തിരി സഫർ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. ഉറപ്പായിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ സന്തോഷം. അതിനെയൊക്കെ കടന്ന് ഇത്രയും ലെവലിലെങ്കിലും വന്നല്ലോ എന്നുള്ളതാണ്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇത്രയും വർഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത, ഞാൻ 27 വർഷമായി ഫീൽഡിനകത്ത്. 27 വർഷം. അതെ. പക്ഷെ ഇത്രയും ദിവസം നമ്മൾ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഞാൻ, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ഒന്നുമല്ലാതെ വെറും ശൂന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഭയങ്കര അവസരങ്ങൾ ഇനിയും തേടി വരും.